വാരപ്പെട്ടി പഞ്ചായത്തിൽ പുതിയ ബജറ്റായി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് MCF നിർമ്മാണത്തിനായി 62 ലക്ഷം രൂപയാണ് പുതിയ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികൾക്കും ബജറ്റിൽ പ്രാധാന്യമുണ്ട്. സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതിക്കും മുൻഗണന നൽകി വാരപ്പെട്ടി പഞ്ചായത്തിൽ പുതിയ ബജറ്റ്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം ആദ്യത്തെ ബഡ്ജറ്റ് അവതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ബഡ്ജറ്റ് എന്ന നിലയിലും സ്മാർട്ടിൻ്റെ സഹായത്തോടു കൂടി നാം നടപ്പിലാക്കുന്ന ആദ്യത്തെ ബഡ്ജറ്റ് എന്ന പ്രത്യേകത കൂടി ഈ ബഡ്ജറ്റിനുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് ഉള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വാർഷിക പദ്ധതിയാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തിൽ ലക്ഷ്യമിടുന്നത്. ഇതിലുള്ള 1-2 സ്വപ്ന പദ്ധതികൾ മാത്രം ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മോഡൽ MCFൻ്റെ പ്രവർത്തനം. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കേരളത്തിലെ യുവതിയുവാക്കളെല്ലാം തങ്ങളുടെ സ്വപ്നങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥയിൽ നമ്മുടെ പഞ്ചായത്തും ഈ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. മാതാപിതാക്കളും വൃദ്ധജനങ്ങളും അവരുടെ ഇമോഷൻസ് എല്ലാം അടക്കി പിടിച്ച് വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. അവരെ സമൂഹത്തിൻ്റെ മുൻനാരയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകി മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി നാം സ്വപ്നം കാണുന്ന ഒരു പദ്ധതിയാണ് വയോജന സൗഹൃദ മന്ദിരം. തീർച്ചയായും അങ്ങനെ ഒരു പദ്ധതി സാക്ഷാത്കരിക്കുവാൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ വൃദ്ധരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് തീർച്ചയായും അത് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടും എന്നതിൽ സംശയമില്ല. അതോടൊപ്പം നമുക്കറിയാം, വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. ധാരാളം കർഷകർ ഉൾപ്പെടുന്ന ചെറുകിട നാമമാത്ര കർഷകർക്ക് നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും സാധ്യമാകുന്ന കാര്യങ്ങൾ കൂടി ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി MCF നിർമ്മാണത്തിനായി 68 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ കാർഷിക ആരോഗ്യ മേഖലകൾക്കും റോഡുകൾക്കും തുക നീക്കിവച്ചിട്ടുണ്ട്. ചെറുകിട നാമമാത്ര കർഷകർക്ക് കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന പദ്ധതികൾ ബജറ്റ് വിഭാവനം ചെയ്യുന്നു. കാർഷിക മേഖലയിൽ പുരയിട കൃഷി, നെൽകൃഷി, ക്ഷീര കർഷകർക്ക് പാൽ ഇൻസെന്റീവ്, കാലിത്തീറ്റ സബ്സിഡി, കോഴി വളർത്തൽ എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിന് 2 കോടി, കുടിവെള്ള പദ്ധതി 1,80 ലക്ഷം, ശുചിത്വം 2.25 കോടി, കൃഷിയും അനുബന്ധ മേഖലയും മൃഗസംരക്ഷണവും 50,50,000, റോഡുകൾക്ക് 2,25 ലക്ഷം, ആരോഗ്യ മേഖലയ്ക്ക് 30 ലക്ഷം, അംഗനവാടി പോഷകാഹാരം 25 ലക്ഷം, MCF 62 ലക്ഷം, ലൈഫ് ഭൂരഹിതർക്ക് ഭൂമി വാങ്ങാൻ 22 ലക്ഷം എന്നിവയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റു വിഹിതങ്ങൾ. ആകെ വരവ് 25,60,61,279 രൂപയാണ്. ആകെ ചിലവ് 24,58,39,452 രൂപയുമാണ്. നീക്കി ബാക്കിയായി 92,21,827 രൂപയുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് PA യൂസഫ് അവതരിപ്പിച്ചത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് എന്ന വസ്തുത മുൻനിർത്തിക്കൊണ്ട് പ്ലാൻ ഫണ്ടിന്റെയും അതുപോലെ തന്നെ ഗ്രാന്റുകളുടെയും ഒക്കെ സഹായത്താലാണ് നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടും കാര്യങ്ങളിലൊക്കെ പ്രവർത്തിച്ചു പോകുന്നു. ഭാവിയിൽ നമ്മുടെ സ്വയാർജിത വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം നമുക്ക് പ്ലാൻ ഫണ്ടിനെയും ഗ്രാന്റുകളെയും ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. പരിമിതമായ വിഭവ സമാഹരണത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി നമ്മുടെ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രാദേശിക വാദങ്ങൾക്കൊക്കെ അതീതമായി ഈ ഭരണസമിതി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കാർഷിക മേഖലയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ കാർഷിക മേഖലയാണെങ്കിൽ പോലും കൃഷിഭൂമിയുടെ വിസ്തൃതി അനുദിനം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
നെൽകൃഷിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കൊരു 25-30 വർഷം മുമ്പുണ്ടായിരുന്ന നെൽപ്പാടങ്ങളുടെ അളവും ഇപ്പോഴത്തെ നെൽപ്പാടത്തിന്റെ അളവും പരിശോധിക്കുകയാണെങ്കിൽ പരിതാപകരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ നെൽകൃഷിയുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എ അഫ്സൽ രാജ്, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, അനുബന്ധ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.